ഹായ് ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണം എങ്കിൽ അതാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്, അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അതുപോലെ നമ്മൾ 100K ആവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ പെട്ടെന്ന് അതാവാം. അപ്പോൾ അത് പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാമെന്ന് നമുക്ക് പറഞ്ഞുതരാം. കാരണം ഇത് വേറൊന്നുമല്ല, നമ്മുടെ കളക്ഷൻ റിവാർഡാണ്. കളക്ഷൻ റിവാർഡിൻ്റെ അകത്ത് പുതിയ സീസൺ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ സീസണിൻ്റെ റിവാർഡുകളാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് റിവാർഡുകളുണ്ട്. നമുക്ക് മെയിനായിട്ട് വേണ്ട റിവാർഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിവാർഡാണ്, അതായത് ലെവൽ 6 തൊട്ടുള്ള റിവാർഡാണ് നമുക്ക് വേണ്ടത്. ലെവൽ 6-നകത്തുള്ളതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലൈക്ക് നമ്മുടെ കളക്ഷൻ റിവാർഡിൻ്റെ മെഡൽ പോലത്തെ സംഭവത്തിൻ്റെ ആനിമേഷൻ മാറ്റുന്നൊരു ഇതാണ്, അതായത് അതിൻ്റെ ലോഗോ മാറ്റുന്നൊരു സാധനം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഔട്ട്ഫിറ്റ് ഷെയർ ചെയ്യുന്ന ആ ഒരു സംഭവമാണ്. ഇതിന് ലാസ്റ്റായിട്ടാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കിട്ടാനായിട്ട് നമ്മൾ ഈ സീസണിൽ കിട്ടുന്ന ഔട്ട്ഫിറ്റുകൾ അല്ലെങ്കിൽ ഈ സീസണിൽ കിട്ടുന്ന റിവാർഡുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രോഗ്രഷൻ ആവുന്നത്. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഈ RP ഇപ്പോൾ പുതിയ RP വന്നു. അപ്പോൾ പുതിയ RP എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്ഫിറ്റുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഈ റിവാർഡുകൾ കൂടിക്കൊണ്ടിരിക്കും, അതായത് അൺലോക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ സീസണിൻ്റെ റിവാർഡിന് വേണ്ടി നമുക്ക് ഇൻവെർട്ടറിക്കകത്ത് സീസൺ ടോക്കൺ കാണും. ഓക്കെ, സീസൺ ടോക്കൺ എവിടെ? സീസൺ ടോക്കൺ. ഇത് യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ എൻ്റെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് കാണിക്കാം. ഉദാഹരണത്തിന് ഈ ഒരു ഗണ്ണിൻ്റെ സ്കിൻ. ഓക്കെ, അത് വാങ്ങാനുള്ള കോയിനില്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ വേറെ എന്താണ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പാരഷൂട്ട് കാണിച്ചുതരാം. ഇപ്പോൾ ഈ ഒരു പാരഷൂട്ട് വാങ്ങിച്ചു. അതുപോലെ ഞാൻ സിൽവർ കൊടുത്തിട്ടൊരു സാധനം കൂടെ റെഡീം ചെയ്യാം. നമ്മുടെ റെഡീം സെക്ഷൻ എടുക്കട്ടെ. റെഡീം സെക്ഷൻ്റെ അകത്ത് ഓക്കെ റെഡീം സെക്ഷൻ കിട്ടി. ഈ ഒരു മിനി 40യുടെ സ്കിന്നാണ്. ഈ സ്കിൻ ഇച്ചിരി അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു സ്കിൻ ഞാൻ വാങ്ങിച്ച് കാണിച്ചുതരാം. അപ്പോൾ ഇത് പെർമനൻ്റായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ തന്നെ അവിടെ മേളിൽ ലോഡായത് കാണിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അവിടെ തന്നെ പ്രോഗ്രഷൻ കൂടിയതായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കളക്ഷൻ റിവാർഡ് വീണ്ടും എടുക്കാം. കളക്ഷൻ റിവാർഡിൻ്റെ അകത്ത് സീസണിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഒരു ലെവൽ കൂടിയായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സീസണിൽ കിട്ടുന്ന റിവാർഡുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രോഗ്രഷൻ ആവുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം. ഇതല്ലാതെ പുതിയ കുറച്ച് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ട്രഷറിയുടെ ഭാഗം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഔട്ട്ഫിറ്റിൻ്റെ കുറച്ച് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഔട്ട്ഫിറ്റിൻ്റെ ഭാഗത്ത് അതനുസരിച്ച് നമുക്ക് ഈ സീസണിൽ കിട്ടുന്ന ഔട്ട്ഫിറ്റിനനുസരിച്ച് ഇവിടെ ഇത് പ്രോഗ്രസ് ആവുന്നതാണ്. അതുപോലെ ഗോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആ ഒരു കാറ്റഗറിയിലുള്ള ഔട്ട്ഫിറ്റുകളെല്ലാം ഇവിടെ കാണിക്കും. അതുപോലെ വേവ്, ഓഷ്യൻ, അപ്പോൾ ഈ ഓഷ്യൻ കാറ്റഗറി വരുന്ന ഔട്ട്ഫിറ്റുകളെല്ലാം ഇവിടെ കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് റിവാർഡുകളും ഉണ്ട് കേട്ടോ. അതിൻ്റെ റിവാർഡുകളാണ് ഈ കാണിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്ത് തിരിച്ചിട്ടുണ്ട് ഔട്ട്ഫിറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ ഫയർ ആമിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കാറിൽ കാർ 98 വന്നിട്ടുണ്ട്. അപ്പോൾ കാർ 98ൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് റിവാർഡുകളുണ്ട്. നമുക്ക് അതൊക്കെ നോക്കാം. എല്ലാവർക്കും ഈ മിനി മെറ്റീരിയൽ കിട്ടിക്കാണും. പിന്നെ ഈ സംഭവങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത്. പിന്നെ നമ്മുടെ കിൽ കൗണ്ട് ഉണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഇതുണ്ട്. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു കളക്ഷൻ റിവാർഡ് പോലത്തെ സംഭവമാണ്. ജസ്റ്റ് ഒരു മൈൽ സ്റ്റോൺ പോലെ കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കാർലിനും സെയിം ഈ സാധനങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അത് സ്കാർലിൻ്റെ രീതിയിലേക്ക് മാറ്റം ഉണ്ടാകുന്നേ ഉള്ളൂ. പിന്നെ വെഹിക്കിളിൻ്റെ സ്കിന്നുണ്ട്. വെഹിക്കിളിൻ്റെ സ്കിന്നിനകത്ത് ഇച്ചിരി കോമഡി ഉണ്ട്, ഇച്ചിരി നല്ല കാര്യമുണ്ട്. അപ്പോൾ ഇത് വെഹിക്കിളിൻ്റെ സ്കിൻ എന്ന് വെച്ചാൽ അപ്ഗ്രേഡബിൾ വെഹിക്കിൾ ഉള്ളവർക്ക് മാത്രമാണ് ഇത് കൗണ്ട് ആവുന്നത്. പിന്നെ ബ്രാൻഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള കാറുകളുണ്ടല്ലോ, ലൈക്ക് നമ്മുടെ ലംബോർഗിനി അങ്ങനെയൊക്കെ ഉള്ള സൂപ്പർ കാറുകളുണ്ടോ, അതിൻ്റെ കാര്യത്തിലാണ്. അപ്പം ഇവിടെ ഈ അപ്ഗ്രേഡബിൾ വെഹിക്കിൾസിൻ്റെ അകത്ത് നമ്മൾ ലെവൽ 6 എത്തുമ്പോൾ ഒരു സംഭവമുണ്ട്. ഇതെന്ന് പറയുമ്പം നമ്മുടെ സ്പീഡ് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ആനിമേഷൻ ഉണ്ടല്ലോ, സ്പീഡ് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ആ തീ പൊട്ടുന്ന ആനിമേഷൻ, അതിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ലെവൽ 8 എത്തുമ്പോഴത്തേക്കും നമ്മൾ സ്പീഡ് ബൂസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു വേവ് പോലത്തെ ഒരു ആനിമേഷൻ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം, കണ്ടോ, കാറ്റ് പോകുന്ന കണക്കത്തെ ഈ ആനിമേഷനൊക്കെ വന്നിട്ടുണ്ട്. ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ ഇത് നമുക്ക് നോർമലി ഉള്ള കാറിൻ്റെ സ്കിന്നിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നോർമലി ഉള്ള കാറിൻ്റെ സ്കിന്നിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ കാറൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഇത് പറ്റൂ. അത് പക്ഷേ മുതലായിട്ട് ഒരു ചരിത്രമായിട്ട് ഇപ്പോൾ തോന്നി. പാവങ്ങൾക്ക് അതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ഉപയോഗിക്കണമെങ്കിലും സൂപ്പർ കാറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ ഈ ലെവൽ കൂടുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ കളക്ഷൻ റിവാർഡിലെ മാറ്റങ്ങളും അതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലോബിയൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.